അതെ, അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, അബീമേലെക്കിൻ്റെ മുൻപിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയൊരു സങ്കീർത്തനമായിട്ടത് കാണിക്കുന്നുവെങ്കിലും അതിനകത്ത് വലിയൊരു ആത്മീക മർമ്മമുള്ളത്, ഒരു അഭിഷിക്തൻ്റെ നേരെ ദേശത്തിൻ്റേതായ പോരാട്ടങ്ങളുണ്ടാകാം, ഒരു അഭിഷിക്തൻ്റെ നേരെ പൈശാചികമായ വെല്ലുവിളികൾ ഉണ്ടാകാം. ആത്മാവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അഭിഷിക്തനാണോ അവനെതിരായിട്ട് വലിയ പോരാട്ടങ്ങൾ, വലിയ എതിർപ്പുകൾ, ഭയാനകമായ വെല്ലുവിളികൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വരാമെന്ന് ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അഭിഷിക്തന്മാരാണ്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും അഭിഷിക്തന്മാരാണ്. വിശ്വാസികളെന്ന് പറയുന്ന 1-2 പേരെ എണ്ണയിൽ കാണുവാനുള്ളൂ എങ്കിലും നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നൊരു വേദഭാഗമാണല്ലോ. ദാവീദ് നല്ല പ്രത്യാശയോടെ, നല്ല സന്തോഷത്തോടെ, ആത്മനിറവോടെ ദൈവം ചെയ്ത വിടുതലിനെ ഒട്ടും മാറ്റി വെക്കാതെ, ഒട്ടും മാറ്റി നിർത്താതെ ആ കർത്താവിൻ്റെ പ്രത്യാശയിൽ നിന്നുകൊണ്ട് ദാവീദ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമുക്ക് എത്ര പേർക്ക് ആ ദൈവത്തെ എപ്പോഴും സ്തുതിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് പകൽ നാം നമ്മളോട് തന്നെ ചോദിച്ചാൽ നമ്മൾ എപ്പോഴും എവിടെ ഇരിക്കണം? ദൈവത്തിൻ്റെ കൃപാസനത്തിൽ ഇരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് വളരെ വ്യക്തമായി ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ പ്രവൃത്തി എന്താണ്? നമ്മുടെ പശ്ചാത്തലം എന്താണ്? നമ്മൾ പല കാര്യങ്ങളിൽ ചിന്തിച്ചും നമ്മുടെ ജീവിതം പല വിഷയങ്ങളെ തൊട്ടും തലോടിയൊക്കെ പോകുമ്പോൾ ദൈവസന്നിധിയിൽ അടുത്തിരിപ്പാൻ കഴിയാതെ, ആത്മനിറവിൽ പ്രത്യാശിപ്പാൻ കഴിയാതെ നമ്മുടെ മൈൻഡിനെ ലോക്ക് ചെയ്തുകൊണ്ട് ദേശത്തിൻ്റെ ആധിപത്യങ്ങൾ ശക്തമായി വാദിക്കുമ്പോൾ ഇന്ന് പകൽ നാം ഒന്ന് എഴുന്നേൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആത്മാവിൻ്റെ തീ അകത്തളങ്ങളിലുള്ളവർ, ആത്മാവിൻ്റെ അഭിഷേകം അകത്തളങ്ങളിലുണ്ടോ? ഇന്ന് പകൽക്കാലം നമുക്ക് വിരോധമായി നിലകൊള്ളുന്ന വാഴ്ചകളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, പൈശാചികമാകട്ടെ, മാനുഷികമാകട്ടെ, അതിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിലൊന്ന് എഴുന്നേൽക്കണം. നോക്കിക്കേ, ഒരു രാജാവായിട്ട് അഭിഷേകം ഏറ്റെടുത്ത് ആത്മനിറവിൽ ഒരു രാജ്യത്തെ നയിച്ച ഒരു ഭക്തനാണ്, ഒരു ദൈവ പൈതലാണ് ദാവീദ്, അല്ലേ? വളരെ പ്രശസ്തിയുടെ ആഴങ്ങൾ നിലനിൽക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ മടിയില്ലാതെ ദൈവത്തോട് ചേർന്നിരുന്ന ഒരു മനുഷ്യനാണ് ദാവീദ്. ദാവീദിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഒരു കാലഘട്ടങ്ങളിൽ ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളരുതാത്തവൻ, ഇവനെ ആടുകളെ മേയ്ക്കുവാനല്ലാതെ മറ്റൊന്നും ഇവനിലൂടെ വെളിപ്പെടാനില്ലെന്ന് പറഞ്ഞ് ഭാവനം ആ നിലകളിലൊക്കെ അവനെ മാറ്റി നിർത്തിയെങ്കിലും തെരഞ്ഞെടുപ്പ് വീഴേണ്ട സമയമായപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങളെ ദൈവം എടുത്തു കളഞ്ഞിട്ട് ആത്മാവിൽ അവനെ പണിത് പുറത്തെടുത്തതുപോലെ ഇന്ന് കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷ കൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ഇതിനകത്തു നിന്ന് ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന്. ഇന്ന് ആ ദൂതിനോട് ചേർത്തൊന്ന് പറയട്ടെ, തെരഞ്ഞെടുക്കപ്പെട്ടവർ മാറ്റപ്പെട്ട് എവിടെയോ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുകയാ. തെരഞ്ഞെടുക്കപ്പെട്ടവന് എഴുന്നേൽപ്പിക്കുന്ന ഒരു സമയമുണ്ട്. ഇന്ന് ഒരു വർഷം ശൂന്യമായിരിക്കാം, കാഴ്ചയിലൊന്നും കാണുവാനില്ലായിരിക്കാം, നാം ചിന്തിക്കുന്നത് പോലെ ആ വ്യക്തികളിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ലായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ നിയോഗം വെളിപ്പെടുമ്പോ നോക്കിക്കേ, ശമൂല് പറയുക, ഇനി ആരെങ്കിലും ഇവിടെ വരാനുണ്ടോ? അല്ലേ? എല്ലാവരും വന്നെന്നാ ഉള്ളിലൊരു ചിന്ത. എല്ലാ മക്കളും എത്തിയല്ലോ, ഇനി പ്രത്യേകിച്ച് വേറെ ആരും വരാനില്ല. എങ്കിലും ഒരു ചോദ്യം, എന്താ ചോദിച്ചേ? ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഇവിടെ ആരെങ്കിലും വരാനുണ്ടോ? അപ്പോഴാ പറയുന്നു, ഒരുത്തനുണ്ട്, അവൻ കാട്ടിക്കിടക്കുക, ആടിനെ മേയ്ക്കുക. നോക്കിക്കുക, എത്ര വലിയ ശക്തമേറിയൊരു ദൂത, എത്ര വലിയ മർമ്മമാണ്. ഒരു കാലഘട്ടങ്ങൾ ദൈവത്താൽ പ്രയോജനപ്പെടുവാൻ തെരഞ്ഞെടുപ്പ് വീണവന് ഒരു കാലഘട്ടം വരെ മറച്ചു വെച്ചെങ്കിലും അവൻ ഒരു ജയവീരനായി അവനെ എഴുന്നേൽപ്പിക്കുവാൻ ഒരു കാലഘട്ടം വേണ്ടി വന്നെങ്കിൽ ഇന്ന് പകൽ എന്നോട് ദൈവാത്മാവ് ഈ സഭയോട് ഇങ്ങനെ ഒരു ദൂത് പറയുകയാണ്. ഒരു കാലഘട്ടം ഇതിനകത്ത് ശത്രു ചിലത് ദൃഷ്ടി വെച്ചെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുക, ചില ദൃഷ്ടികളെ അഴിച്ചുകൊണ്ട് ആത്മാവിന്റെ അടയാളങ്ങൾ ഈ നാളുകൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാ വ്യക്തമായി ഇടപെടുകയാ. അവിടെ ദാവീദിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. ആട്ടിടയച്ചക്കനല്ലേ, അല്ലേ? ആട്ടിടയച്ചക്കൻ എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? വാള് പിടിക്കാൻ അറിയത്തില്ല, യുദ്ധം ചെയ്യാൻ അറിയത്തില്ല.
പരിചയ പിടിക്കാൻ അറിയത്തില്ല. പക്ഷേ അവൻ്റെ മേൽ വീണ അഭിഷേകത്താൽ ഒന്ന് നേടി. എന്താ? ഫെലിസ്ത്യൻ്റെ മല്ലൻ്റെ തലയെ വെട്ടുവാൻ ഒരധികാരം പ്രാപിച്ചു. നോക്കിയ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ വെളിപ്പെടുന്ന ഒരു വിടുതലുണ്ട്. അത് ആർക്കും അങ്ങനെ വെളിപ്പെടത്തില്ല. ആത്മനിയോഗത്തോടെ ഇരിക്കുന്നവന്റെ മേൽ പകർന്നു കൊടുക്കുന്ന ഒരു അഭിഷേകം പിന്നത്തേതിൽ അനേകരെ വാർത്തെടുത്തൊക്കെ വണ്ണോ ദൈവം ഉപയോഗിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുകയാണ്, ചില വിധികളെയൊക്കെ ഈ ദേശത്തുനിന്ന് മാറ്റാൻ പോകുക. ചില വെല്ലുവിളികളെയൊക്കെ ദൈവം അഴിക്കാൻ പോകുകയാണ്. ചില ജാതീയ പോരാട്ടമായി വ്യാപരിക്കുന്ന ചില വ്യാപാരങ്ങളെയൊക്കെ സ്വർഗം ഇന്ന് പകൽ അഴിക്കാൻ പോകുകയാണ്. ഇന്നലകളിൽ എന്തായിരുന്നു ഏത് മേഖലകളിലാണോ നിന്നെ പരാജയപ്പെടുത്തിയത് അതിൽ നിന്നൊരു വിടുതൽ വിളിച്ചു വരുത്തി ആത്മാവിൻ്റെ ഒരു അഭിഷേകം പകർന്നു. അന്ന് മുതൽ അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു നന്മയിലേക്ക് കടന്നുപോയി. ഞാനൊന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ ഈ ഒരു വചനം എടുത്തപ്പോൾ എനിക്ക് ദൈവാത്മാ തന്ന മറ്റൊരു കാര്യമുണ്ട്. കർത്താവിന് വേണ്ടെന്ന് പറഞ്ഞതാ, കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതാ, വേദപുസ്തകം എടുത്ത് എറിഞ്ഞതാ. ഇനി ഒരിക്കലും ഈ വേദപുസ്തകം ചുമക്കത്തില്ലെന്ന് പറഞ്ഞതാ. പക്ഷേ കർത്താവ് എന്ത് ചെയ്യുക? അവന് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമായപ്പോൾ കർത്താവിന് ആരെയാണോ ഉപയോഗിക്കുവാൻ ദൈവത്തിന് ഏറെ ഇഷ്ടം അവരെ ആ സമയമാകുമ്പോൾ എവിടെ കൊണ്ടുവരും? നിർത്തേണ്ടടുത്ത് നിർത്തും കേട്ടോ. ഇന്ന് ഈ ദൂത് ഈ സഭയോട് പറയുമ്പോൾ ഈ ദേശത്തുനിന്ന് ഒരു കൂട്ടത്തെ ദൈവാത്മ വ്യക്തമായി വെളിപ്പെടുത്തുക. ഉറുമ്പ് നടക്കുന്നത് പോലെ, ഉറുമ്പ് ലൈനായി ഓടുന്നത് പോലെ ഇതിനകത്ത് ചില നുഖങ്ങൾ അഴിയുമ്പോൾ, ചില മണ്ഡലങ്ങൾ പൊട്ടുമ്പോൾ, ചില പൈശാചിക മേഖലകൾ അഴിയപ്പെടുമ്പോൾ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിടിച്ചുവെച്ച ദേശത്തിൻ്റെ വ്യാപാരങ്ങളെ അഴിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വിടുതലുകൾ ദൈവസഭയ്ക്കകത്തേക്ക് സ്വർഗമൊരുക്കുന്ന നാൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാ വ്യക്തമായി ഇടപെടുകയാണ്. ദാവീദ് ഒറ്റയ്ക്കാണ് കടന്നുപോയത്. നോക്കിക്കേ, ശൗല് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പടച്ചട്ടയൊക്കെ വേണം ഇട്ടോ, ഒരു ധൈര്യത്തിന് എൻ്റെ വാളൊക്കെ വേണം ഉപയോഗിച്ചോ. എന്തെല്ലാം കൊടുത്തിട്ടോ അദ്ദേഹം അതൊന്നും എടുത്തില്ല. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം അകത്തളങ്ങളിൽ പ്രാപിച്ച അഭിഷേകം മറ്റൊരാൾക്ക് ക്രമീകരിക്കുവാൻ കഴിയാത്ത മേഖലകളിൽ ആത്മാവ് ചലിപ്പിക്കുന്നതൊക്കെ കൊണ്ട് നോക്കിക്കേ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ചിലതിനെ ചലിപ്പിക്കുവാനുള്ള ഒരു ആത്മാവിന്റെ തീ ഇതിനകത്ത് സ്വർഗം ഒരുക്കാൻ പോകുകയാണ്. ചില ജാതീയ മണ്ഡലങ്ങൾ, ദേശത്തിന്റെ കെട്ടുകൾ ഇങ്ങനെ പറയുകയാണ്, ഒരിക്കലും ഇതിനകത്തേക്ക് കഴിഞ്ഞ നാളുകളിലെ വർധനവ് ഉണ്ടാകത്തില്ലെന്ന് പറയുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാ പറയുകയാണ്, പിടിച്ചു വെക്കുവാൻ ഒരു സമയപരിധിയുണ്ട്. അതിനുശേഷം നോക്കിയ ഫറവോനോട് ദൈവം പറഞ്ഞു ജനത്തെ വിട്ടുകൊടുക്കുക. അല്ലെ, വെച്ചില്ലെന്നല്ല, പിടിച്ചു വെച്ചു. പല സന്ദർഭങ്ങളും പല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ നോക്കിക്കാൻ കർത്താവ് ഒരുപാട് മോശയിലോട് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു. പക്ഷേ അതിലൊന്നും ഫറവോൻ എന്ത് ചെയ്തില്ല, അങ്ങോട്ട് കുലുങ്ങിയില്ല, വേണ്ടതുപോലെ അങ്ങോട്ട് ഏശിയില്ല. അദ്ദേഹം ആദ്യം വിട്ടുകൊടുക്കാമെന്ന് പറയും, പിന്നെ എന്ത് ചെയ്യും? വേഗത്തിൽ ഹൃദയം കാഠിന്യപ്പെടും. ഈ ദേശത്തിൻ്റെ പോരാതാ കേട്ടോ. വേഗത്തിൽ ഒരു ദൈവിക വിടുതൽ ഇതിനകത്ത് വെളിപ്പെടുമെന്ന് കാണുമ്പോഴേ ദേശാന്തരം എന്ത് ചെയ്യും? 4 പേരും കൂടെ കൂടി ഒന്നിച്ച് കരം കോർക്കും. അങ്ങനെ കരം കോർക്കുമ്പോൾ ചില ഒഴുക്കുകളൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാൽ അഭിഷിക്തദാസൻ, ഇവിടെ ഇരിക്കുന്ന ദൈവദാസനോട് ദൈവാത്മാ പറയുക, അതിനെ കണ്ട് നീ ഭയപ്പെടുകയൊന്നും വേണ്ട. നിന്റെ മേൽ ഞാനൊരു പ്രത്യേക അഭിഷേകം ഇന്ന് പകൽ തന്നിരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ നീ എന്ത് ചെയ്യണം? അതിനെ ഒന്ന് ചലിപ്പിക്കുവാൻ തയ്യാറായാൽ എന്നോട് ദൈവാത്മാ പറയുക, ഫറവോന്റെ ചിന്താഗതികൾ മാറി മാറി മറ്റൊരു തലത്തിലേക്ക് പോകുമ്പോൾ നോക്കിയ മോശയുടെ മേൽ വെളിപ്പെട്ട ദൈവസാന്നിധ്യോ ഫറവോന്യ ആധിപത്യങ്ങളെ തകർക്കുവാനുള്ള ഒരു വലിയ ഒരാത്മാവിന്റെ തീയാണെങ്കിൽ ഇന്ന് പകൽ എന്നോട് ദൈവാത്മാ പറയുകയാണ്, വരുന്ന ദിനങ്ങളിൽ ചില വിടുതലുകൾ, വരുന്ന ദിനങ്ങളിൽ ചില വിടുതലുകൾ, വരുന്ന ദിവസങ്ങളിൽ ചില വിടുതലുകൾ. ഞാൻ ഉറപ്പിച്ച ആത്മാവിൽ പറയുകയോ, ഒരു 10-12 ദിവസത്തിനകത്ത് ഇതിനകത്ത് ചില വിടുതൽ നടക്കും. എന്നോട് ദൈവാത്മാ ഇങ്ങനെ പറയുകയാണ്, ക്ഷീണിച്ചിരിക്കുന്നവനെയാ കർത്താവ് ബലപ്പെടുത്തുന്നത്.
വില ഉള്ളവനെ ബലപ്പെടുത്തുകയല്ല, വില ഉള്ളവനെ ബലപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്നോട് ദൈവാത്മാ പറയാ, ക്ഷീണിച്ചിരിക്കുന്നവനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. എന്നോട് ദൈവാത്മാ പറയുന്നു, കഴുകനെ പോലെ ചിറകടിച്ചുയരുന്ന അളവിലേക്ക് ദൈവസഭയുടെ മൂല്യം എന്തെന്ന് ദേശം പറയുന്ന അളവിലേക്ക് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചില ചലനങ്ങളെ വെളിപ്പെടുത്തുമെന്ന്. ഒരു കാലഘട്ടം എങ്ങനെയാണോ ഈ സഭയെ തകർക്കുവാൻ ശ്രമിച്ചത്, അതിനകത്തളങ്ങൾ പരിശുദ്ധാത്മാവ് ചലിച്ചിട്ട് ദൈവാത്മാ പറയുകയാണ്, ചലനമില്ലാതെ കിടക്കുന്ന അസ്ഥിക്കൂട്ടങ്ങളെ ചലിപ്പിക്കുവാൻ ഒരു യെഹെസ്കേലിനെ അയച്ചതുപോലെ എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യെഹെസ്കേലിനെ ദൈവം ആത്മാവിൽ പുറപ്പെടുവിച്ചു. നമുക്കറിയാം 37-ാം അധ്യായം യെഹെസ്കേലിന്റെ പ്രവചനം 37-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അത് ശക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ പറയുന്ന ഏക കാര്യം, ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പ്രവാചകനെ ഉണങ്ങിയതും ചലനമില്ലാത്തതും യാതൊരു പ്രയോജനവും ഇല്ലാത്തതുമായ ചിലതിൻ്റെ അകത്തളങ്ങളിൽ ഇറക്കി. ഇന്ന് പകൽ എന്നോട് ദൈവാത്മാ പറയുന്നു, അഭിഷിക്തനെ നിങ്ങളെ ഇറക്കാൻ പോവുക കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ദൈവാത്മാ പറയുക, ഇതുവരെ കണ്ടതും ചെയ്തതും ഇതുവരെ ആയിരുന്നതും അടുത്ത തലത്തിലേക്ക് എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുക, ഇതുവരെ ഇല്ലാത്ത അടുത്ത തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ പോകുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില ഭവനങ്ങളിലേക്ക് മാറ്റമില്ലേ ആത്മാവിന്റെ വലിയ ദൂതുകൾ വിളിച്ചു പറയത്തക്കവണ്ണം ദൈവത്തിന്റെ ആലോചനയുമായി ചിലതിനെ അയക്കുന്ന നാൾ വിദൂരമല്ലെന്ന് എന്നോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ആകയാൽ എന്ത് ചെയ്യണം? നാം അരകെട്ടിയൊന്ന് മുറുക്കണം. ഇരുന്നതും നാം കഴിച്ചതും പ്രാപിച്ചതും ഒക്കെ ഇട്ട് നമ്മൾ എവിടെ ഇരിക്കുക? നമ്മുടെ കൂടാരത്തിനകത്ത് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ്, നമ്മുടെ അവസ്ഥകൾ പറഞ്ഞ് ഇരിക്കുമ്പോൾ അവിടെ നിന്ന് അവനോട് പറയുക, നീ എഴുന്നേറ്റ് പുറപ്പെടുവാൻ തയ്യാറായിക്കോ. ഇതുവരെ കഴിച്ചതും പ്രാപിച്ചതും ഒക്കെ ആവശ്യമാ, അത് നിനക്ക് ആവശ്യമാ. എന്നാൽ അടുത്ത തലത്തിലേക്ക് ഓടിക്കേറേണ്ടതായ സമയമായെന്ന് പറഞ്ഞ് അവിടെ അഭിഷിക്തനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് പകൽ എന്നോട് ദൈവാത്മാ പറയുക, പുറകിലിരിക്കുന്ന ഇവിടെ പാട്ട് പാടിയ ചായനോട് ദൈവാത്മാവ് ഇങ്ങനെ ഇടപെടുകയാണ്. ചില വിടുതലിൻ്റെ സമയമായി കേട്ടോ. ആള് മാറിയവനെ പോലെ പുറത്തു വരുമെന്ന് ദൈവാത്മാ പറയുക. ആള് മാറിയവനെ പോലെ അനേകർക്ക് അതിശയമാകുന്ന തലങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ചലിപ്പിക്കും കേട്ടോ. നിങ്ങളുടെ നാവിനകത്ത് ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ആത്മാവിന്റെ തീക്കകത്ത് നിങ്ങളൊന്ന് ചലിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ എന്നോട് ദൈവാത്മാ പറയുക, പലർക്കും അതിശയമായി മാറൂ. ഇന്നലെ അങ്ങനെ നടന്നവനല്ലേ അവന്റെ ലെവല് മാറിയത് കണ്ടോ എന്ന് പറയുന്ന തലങ്ങളിലേക്ക് അച്ഛയ ദൈവാത്മാവ് ഇങ്ങനെ പറയുക, ഈ കാലഘട്ടങ്ങള് ശക്തമേറിയ ശുശ്രൂഷ ഗണത്തിന്റെ കൂടെ നിഴല് പോലെ നടക്കുന്ന തലങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ചലിപ്പിക്കുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. അതുപോലെ ഇവിടുത്തെ കർത്തൃദാസിയോട് ദൈവാത്മാവ് ഇങ്ങനെ പെടുകയാ. സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഭാരപ്പെടുകയൊന്നും വേണ്ട. ദൈവം ചില കാര്യാദികളെ ചെയ്യാൻ പോകുകയാണ്. ഈ ദേശത്തിന്റെ അകത്തളങ്ങൾ എന്നെ ദൈവാത്മാവ് ഇവിടെ വന്നിരുന്ന അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നോട് ഇടപെടുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്, പൈശാചികമായൊരു വ്യക്തിത്വം, പൈശാചികമായൊരു വ്യക്തിത്വം എന്നെ ദൈവാത്മാവ് കാണിക്കുന്നത്. അങ്ങനെയാണ് ദൈവാത്മാ കാണിക്കുന്നത്. അങ്ങനെ ഒരു പോരാട്ടം ദേശത്തിനകത്ത് ആരാധനയ്ക്ക് വിരോധമായി നിൽക്കുക. ആത്മാവിൽ എഴുന്നേൽപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ എൻ്റെ കർത്താവ് എന്നോട് ഇങ്ങനെയാണ് പറയുന്നത്, രഹബിനെ വെട്ടേണ്ട സമയമാകുമ്പോൾ കർത്താവ് എഴുന്നേൽക്കും കേട്ടോ. നമ്മൾ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? തീ ഇവിടെ കർത്താവിൻ്റെ ദാസനൊന്ന് തൊട്ടുപോയി. പൗലോസ് എന്ത് ചെയ്തു? അവിടെ ഈ മെലീത്തെ കയറുന്നത് പോലെ പ്രശ്നമായിരുന്നു. മെലീത്തെ കയറിയിട്ടും പ്രശ്നങ്ങളൊന്നും ഒതുങ്ങിയൊന്നുമില്ല. മെലീത്തെ കയറുന്നത് വരെ പടകിലായിരുന്നപ്പോൾ, ആ കപ്പലിലായിരുന്നപ്പോൾ, ആ തടവുകാരോടുകൂടെ ആയിരുന്നപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില പ്രതിസന്ധികളൊക്കെ വന്നു. പക്ഷേ നോക്കിക്കേ, അവിടെ പറയുന്നൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ കർത്താവ് ആ പൗലോസ് ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പൗലോസിന് വെളിപ്പെട്ടു. ആരും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഈ ജനത്തെ ആർക്ക് കൊടുത്തിരിക്കുക? പൗലോസിന് കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞു. ഈ ദൂതൊക്കെ കേട്ട് ജനത്തിന് കഴിക്കുവാനുള്ള അവരുടെ ആത്മബലം പോലെ തന്നെ
ഭൗതിക ബലവും അവർക്ക് ആവശ്യമെന്നുള്ളത് കൊണ്ട് ആമേ നോക്കിക്കേ ഭൗതിക ബലത്തിനുള്ളതും അവർക്ക് കൊടുത്തു. ആമേ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോഴാണ് ആമേ എന്ത് ചെയ്തത്? ഈശാനമൂലൻ അടിച്ചത്, പ്രയാസങ്ങൾ ഉണ്ടായത്. ആമേ പടക് തകർന്നു പോയി, പക്ഷെ ആരും നഷ്ടമായില്ല. ആമേ സകലരെയും കൊണ്ട് മെലീത്തയിൽ കയറുവാൻ ദൈവം ഇടയാക്കി. മെലീത്തയിൽ ചെന്നതുകൊണ്ട് ആമേ പൈശാചിക പോരാട്ടം തീർന്നില്ല. മെലീത്തയിൽ കയറിയത് കൊണ്ട് ആമേ അവിടം കൊണ്ട് ആമേ തൻ്റെ ഇനിയുള്ള ശുശ്രൂഷ അനുഗ്രഹമായി തീർന്നു എന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ പറയുന്നത് മെലീത്തയിലായിരുന്നു ആമേ വലിയൊരു പ്രശ്നം ആമേ ഒളിഞ്ഞു കിടന്നത്. ആമേ ഇന്ന് പകൽ എന്നോട് ദൈവാത്മാ പറയുന്നു, ചില ഒളിഞ്ഞു കിടക്കുന്ന ചിലതിനെ അഴിപ്പാനുള്ളൊരു അഭിഷേകം ആമേ അഭിഷിക്ത ദാസിയുടെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. എന്നാൽ ഈ നാളുകൾ എന്ത് ചെയ്യണം? ആത്മാവിൽ സഞ്ചരിക്കുവാൻ ആമേ നെടുകയും കുറുകയും നിൽപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ എന്നോട് ദൈവാത്മാ പറയുകയാണ്, ആമേ മണലിൽ കടന്നവൻ ആമേ കൈക്ക് ചുറ്റിയെന്ന് പറഞ്ഞ് ആമേ ഇവിടെ കർത്താവിന്റെ ദാസനൊന്ന് തൊട്ടുപോയി. ആമേ അതിനെ കണ്ട് പൗലോസ് ഭയപ്പെട്ടില്ല, ആത്മാവിൽ കുടഞ്ഞു. ആത്മാവിൽ കുടഞ്ഞപ്പോൾ ആമേ വേഗത്തിൽ അതങ്ങ് അഴിഞ്ഞുപോയി. എത്ര വലിയ ശക്തമേറിയ ദൂതാണ്. ആമേ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പൗലോസ് അങ്ങോട്ട് കുടഞ്ഞപ്പോഴേ ബർബരന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേ ഇപ്പം വീഴുമെന്നാണ് പറഞ്ഞു. ഇപ്പം വീഴും. ചിലതിനെ കുടഞ്ഞാൽ അവിടെ വീഴത്തില്ലെന്ന്. ആര് വീഴും? നമ്മളൊന്നും വീഴത്തില്ല. നമ്മുടെ മേലുള്ള അഭിഷേകത്താൽ നമ്മൾ കുടഞ്ഞാൽ ആമേ ദേശത്തിൻ്റെ ആധിപത്യം വീഴും. ആമേ ഇന്ന് പകൽ ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ദേശത്തിൻ്റെ ആധിപത്യം വീഴണമെങ്കിൽ ആത്മാവിൽ ഒന്ന് കുടയണം. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ തന്നെ പറയുകയാണ്, ആത്മാവിൽ കുടയുമ്പോൾ ആമേ ഇതിനകത്ത് വന്നിരിക്കുന്ന ചിലതിനെൻ്റെ മേൽ വ്യാപരിക്കുന്ന ദേശത്തിൻ്റെ പോരുകളുണ്ടല്ലോ, അവിടെ അഴിയപ്പെടും. അത് അഴിഞ്ഞു കഴിഞ്ഞാൽ ആമേ പിന്നെ അവിടെ ഒരു വിടുതല. ആമേ നോക്കിക്കേ, എനിക്ക് അതിനകത്തുനിന്ന് ഒരു മർമ്മം ഇങ്ങനെയാണ് വരുന്നത്. ആത്മാവിൽ അദ്ദേഹം അതിനെ കുടഞ്ഞു, അതങ്ങ് വീണു. ആമേ അവിടെ വലിയ വ്യത്യാസങ്ങളുണ്ടായി, വലിയ വിടുതലുകളുണ്ടായി. അപ്പോൾ തന്നെ ആമേ അതുവരെ ആമേ ഒരു അസാധാരണമായ ദയ കാണിച്ച ആ വ്യക്തിത്വങ്ങൾ, അല്ലെങ്കിൽ അസാധാരണമായ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച വ്യക്തിത്വങ്ങൾ, ആ കയ്യിൽ പറ്റിയ അണലിയുടെ പ്രയാസം കൊണ്ട് ആമേ അവർ മോശം പറഞ്ഞെങ്കിലും അല്പനേരം കൊണ്ട് എന്ത് ചെയ്തു? ആ വാക്കുകൾ അവർ തിരിച്ചെടുക്കുന്ന അളവിൽ ദൈവത്തിൻ്റെ മാറ്റം എന്താണെന്ന് പൗലോസിലൂടെ അവിടെ വെളിപ്പെട്ടതുപോലെ എന്നോട് ദൈവാത്മാ പറയുകയാണ്, ആമേ ചില ചിറകടിച്ചു പൊങ്ങുന്ന അന്ധകാര മണ്ഡലങ്ങളുണ്ട്. ആമേ നാനാദിക്കിൽ നിന്ന് വ്യാപരിക്കുന്ന ചില പോരാട്ടങ്ങളുണ്ട്. ആമേ ദേശത്തിന്റെ ചങ്ങലകൾ നെടുകയും കുറുകയും ദൈവസഭയ്ക്കും ദൈവദാസനും കുടുംബത്തിനും വിരോധമായി നിൽക്കുമ്പോൾ ഇന്ന് പകൽ എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, ആമേ ചാവാറായ ആ ശേഷിപ്പുകളെ ഉണ്ടല്ലോ ഒന്ന് ശക്തീകരിപ്പാൻ തയ്യാറായാൽ, ആമേ ഒന്ന് കുടയുവാൻ തയ്യാറായാൽ, ആമേ ഇന്നലെ നിന്നോട് എതിർത്ത് നിന്ന ആ പൈശാചിക പോരാട്ടം നിന്നെ കാണുമ്പോൾ ഓടി മാറുന്നത് പോലെ ഒരു ആത്മാവിന്റെ വിടുതലുകൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ചെയ്തെടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? ഏത് സാഹചര്യമാണേലും, ഏത് സന്ദർഭമാണേലും, ഏത് പ്രതികൂലമാണേലും, ഏത് പ്രശ്നങ്ങളാണേലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ആമേ ഏത് ദിശയിലേക്കും ചാടിക്കയറുവാനുള്ള ഒരു അഭിഷേകം വെളിപ്പെടുവാനിടയായി. നോക്കിക്കേ, ഇവിടെ ആമേ ഞാൻ വായിച്ചു വന്ന വേദഭാഗത്തിലേക്ക് വരാൻ 34-ാം സങ്കീർത്തനമാണല്ലോ. ആമേ അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ വലിയ പ്രത്യാശയുണ്ടായി. എങ്ങനെയാണ്? ഇവിടെ നിന്ന് ആമേ ആ കുണ്ടറയ്ക്കകത്ത് പോകുവാൻ സാധ്യതകളുള്ള ആമേ ആ പ്രതിക്കൂട്ടിനകത്ത് നിൽക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, കർത്താവേ ഇതിനകത്ത് വന്ന് നിൽക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? അങ്ങനെ അറിയുന്നല്ലോ, അങ്ങയുടെ വാഗ്ദത്തം എനിക്കുള്ളതല്ലേ. ആമേ ഇവിടെ ഞാൻ പിടിക്കപ്പെടുമോ എന്നൊരു ചിന്ത തൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടായപ്പോൾ ആമേ ദൈവം തമ്പുരാൻ അതിനുള്ള പോം വഴി പറഞ്ഞു കൊടുക്കുക. എന്ത് ചെയ്യാനാ? ഒരു ഭ്രാന്തനെ പോലെ അല്പനേരം ഒന്ന് അഭിനയിക്കുവാൻ ആമേ അദ്ദേഹത്തോട് ദൈവം ഇടപെട്ടെന്ന്. ആമേ നോക്കുക, ചില മേഖലകളിൽ നിന്നെ എങ്ങനെ പുറത്തു കൊണ്ടുവരണമെന്നും നിന്നെ എങ്ങനെ ഉയർത്തണമെന്നും ദൈവത്തിനറിയാം. നീ ദൈവസന്നിധി വിട്ടുകൊടുത്താൽ മതി. ആമേ നോക്കിക്ക് അവിടെ പറയുന്നു, ദാവീദ് ദൈവസന്നിധി വിട്ടുകൊടുത്തപ്പോൾ അല്പനേരമൊക്കെ ഭ്രാന്തിൻ്റെ ഒക്കെ ഒരു അല്പമൊക്കെ കാണിച്ച് ആമേ ആ കാണിച്ച കാഴ്ചയിൽ അവിടുത്തെ രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ വേറെ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ? അല്ലേ? ആമേ ഇവിടെ വേറെ ഇല്ലാഞ്ഞിട്ടാണ്. ഇവിടെ ഒരുപാടുണ്ടല്ലോ, ഒരുപാടെണ്ണം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെ നാട്ടിൽ നിന്ന് ഒരുത്തനെ കൂടെ കൊണ്ടുവന്നിരിക്കുക. ആമേ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നോക്കിക്ക്. കുണ്ടറയ്ക്കകത്ത് അകപ്പെട്ടു പോകേണ്ട ദാവീദിനെ ദൈവം എവിടെ കൊണ്ടുവന്നു? പുറത്ത് കൊണ്ടുവരുവാൻ
അല്പമായിട്ട് ചില ആ പ്രയാസങ്ങളൊക്കെ വരുത്തിക്കോളാൻ പറഞ്ഞല്ലേ, വരുത്തിക്കോളാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉള്ള് ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ ഭ്രാന്തിൻ്റെ ഒരു അനുഭവം അഭിനയിച്ചെങ്കിലും അതും ഒരു സന്തോഷമാണ്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ അദ്ദേഹം കടന്നുപോയെങ്കിലും അതൊരു വലിയ വിടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അവനെ ആട്ടിക്കളഞ്ഞു. അതിനകത്ത് ആട്ടിക്കളയുമ്പോൾ ദാവീദ് നന്നായി സന്തോഷിക്കുക. എന്താ, കുണ്ടറയ്ക്കകത്ത് പോകേണ്ടവന് ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ കൂട്ടിനകത്ത് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ നോക്കിയ ദാവീദിന് ദൈവം അത്ഭുതകരമായ ഒരു വിടുതൽ കൊടുപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് ദാവീദ് എന്ത് ചെയ്തു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അതാ ഇവിടെ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ആത്മാവിൽ പറയട്ടെ, നാം ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ മുടക്കം വെക്കാതെ ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം കൃത്യമായി ചെയ്യുവാൻ തയ്യാറായ നിന്റെ അതിരുകള്, നമ്മുടെ ഓരോരുത്തരുടെ അതിരുകള് ദൈവം വിശാലമാക്കുവാനിടയായി തരൂ. ശൂന്യമാണോ, ക്ഷീണമാണോ, ബന്ധനമാണോ, കെട്ടുകളാണോ, പോരാട്ടങ്ങൾ ആഞ്ഞടിച്ചാലും ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആര് തയ്യാറാകുന്നു, അവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ സങ്കീർത്തനം വ്യക്തമായി രേഖപ്പെടുത്തുകയോ. ആകയാൽ ആ ദൈവത്തോട് ചേർന്ന് പറ്റിയിരിപ്പാൻ നമ്മളെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം അനുവദിച്ചു വന്ന കർത്തൃദാസന്മാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താന്നിരിക്കുന്ന ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.